ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. നമ്മൾ നെല്ലിയാമ്പതി പോവാനേ. ഇപ്പൊ നമ്മള് റോഡിലൂടെ പോകുമ്പോ തന്നെ നമുക്ക് ഈ മലനിരകളൊക്കെ കാണാൻ പറ്റൂട്ടോ. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ചെക്ക് പോസ്റ്റ് എത്താറായി. ഞങ്ങൾ ചെക്ക് പോസ്റ്റ് എത്തിയിട്ട് അവിടെ ഒരു ചെറിയൊരു ചെക്കിംഗ് ഉണ്ടായിരുന്നേ. ചെക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ വണ്ടി നമ്പർ അവിടെ പറഞ്ഞു കൊടുക്കണമായിരുന്നേ. പിന്നെ തിരിച്ച് 5 മണിക്ക് മുന്നേ ഇറങ്ങണം തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് കയറി. ചുരം കയറുമ്പോൾ തന്നെ കുറച്ചങ്ങ് പോയപ്പോ ഈ ഒരു മരം കണ്ടേ നിറയെ വേരുകളൊക്കെ തോന്നിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. അങ്ങനെ ഞങ്ങള് ഇതിനെ കണ്ടുമുട്ടിയത് ഈ വെള്ളച്ചാട്ടമായിരുന്നേ കണ്ടത്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വഴി നീളെ കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. പിന്നെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കോട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. നമ്മൾ റൂട്ടിൽ കൂടെ പോകുമ്പോൾ തന്നെ നമുക്കിത് കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. പിന്നെ ഒരു കുഞ്ഞ് അമ്പലം ഉണ്ടായിരുന്നേ, അയ്യപ്പസ്വാമിയുടെ അമ്പലമായിരുന്നേ. അങ്ങനെ ഞങ്ങൾ തേയിലത്തോട്ടത്തിൽ എത്തിയിട്ടാ കുറെ പോയപ്പോ നിറയെ തേയിലകളൊക്കെ ആയിട്ട് എന്ത് ഭംഗിയായിരുന്നു എന്നറിയാം അവിടെ കാണാനൊക്കെ. ഭയങ്കര രസമായിരുന്നു കേട്ടോ അവിടെ കാണാൻ വേണ്ടിയിട്ട്. ഈ കോട് ഇറങ്ങി തുടങ്ങിയപ്പോഴേ ചെറിയ ചാറ്റൽ മഴ പോലെ പെയ്യാൻ തുടങ്ങി. അപ്പൊ നമ്മൾ കോട്ടിട്ടുട്ടാ. ഇങ്ങനെ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ കോടൊക്കെ ഇറങ്ങിയപ്പോ. ആദ്യം കണ്ടതുപോലെ അല്ലേ, ഭയങ്കര ഭംഗിയായിരുന്നു എന്തായിരുന്നു കോട് ഇറങ്ങിയപ്പോ. അങ്ങനെ ഞങ്ങൾ സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്ക് പോവാണേ. അങ്ങനെ ഞങ്ങൾ എൻട്രൻസ് എത്തിയിട്ടാ. അവിടെ ഒരു ചെക്കിംഗ് ഉണ്ടായിരുന്നേ. ചെക്കിംഗ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ വണ്ടി നമ്പർ എഴുതി കൊടുക്കണമായിരുന്നു. ഞങ്ങൾ 3:45 അവിടെ എത്തിയത്. ഭയങ്കര ചളിയായിരുന്നു കേട്ടോ റോട്ടിലൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ ശ്രദ്ധിക്കണേ, 4 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടേക്ക് കയറ്റി വിടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് 10 രൂപയാണ് വണ്ടി പാർക്ക് ചെയ്യാം. ഞങ്ങൾ സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്ക് നടക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വ്യൂ പോയിന്റിലെത്തി. നിറയെ കോട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്കും നമ്മൾ 2 ദിവസങ്ങളിൽ വന്നതുകൊണ്ട് നമ്മൾ അത്ര തിരക്കുണ്ടായിരുന്നില്ല. എന്നാലും കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. ഈ കോട് ഇറങ്ങിയതുകൊണ്ടാണ് അവരൊന്നും കാണാൻ പറ്റാത്ത അത്രയും കോട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 4 മണി ടൈമിലൊക്കെ വന്നേ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റൂട്ടോ. ഭയങ്കര കോടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങിട്ടാ. തിരിച്ചിറങ്ങി കുറച്ച് എത്തിയപ്പോഴാണ് ഈ ഒരു കട കണ്ടത്. അവിടെ ഒരു അമ്മ അച്ഛൻ നടത്തുന്നതാണ്. നല്ല ചൂട് ബിരിയാണിയാണ് ഉണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് തിരിച്ചു പോവുകയാണേ. തിരിച്ചിറങ്ങുമ്പോൾ തന്നെ വഴി നീങ്ങിയില്ല. നമ്മൾ ഈ കോടമഞ്ഞ് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ റോട്ടിലൊക്കെ. അങ്ങനെ നമ്മൾ താഴെയുള്ള വ്യൂ പോയിന്റിൽ എത്തിയിട്ട് ഞങ്ങൾ താഴെ ഇറങ്ങിയേ. അവിടെ ഇറങ്ങിയിട്ട് ഞാൻ ഏട്ടനും കൂടി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തുവിട്ടാ. അവിടെ നിന്നിട്ട് അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ് വീട്ടിലേക്ക്. അപ്പോൾ ഓക്കെ ബൈ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ബൈ.